ഞാൻ പെട്ടെന്ന് ഇടപെടുന്നത് കുവൈറ്റിൽ നിന്ന് പ്രവാസി മലയാളി മുബാറക്ക് കൂടി നമുക്ക് ഒപ്പിച്ചിരുന്നു. മുബാറക്ക് ഉള്ളത് ഈ അപകടം നടന്ന സ്ഥലത്താണോ? നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരം എത്രയാണ്? നമുക്ക് ഒരു 11 മലയാളികൾ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. ആ രീതിയിലാണ് അവിടെ നിന്ന് നേരത്തെ ഉള്ളവർ പ്രതികരിച്ചത്. ആ വിവരം തന്നെയാണോ നൽകാനുള്ളതും? അതെ, രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ മുബാറക്ക്, കേൾക്കാം, പറഞ്ഞോളൂ. രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് സന്ദർശിച്ച് തിരിച്ചു വരികയാണ്. അവിടെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എംബസിയുടെ ഭാഗത്തു നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും കുവൈറ്റ് ഗവൺമെന്റിന്റെയോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം സഹകരണമുണ്ട്. ഏകദേശം 35ഓളം ബോഡി ഇവിടെ ജഡീജിലുള്ള മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഐഡന്റിഫൈ ചെയ്യപ്പെടേണ്ട കുറച്ച് ബോഡികളുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ആളുകൾ പുതിയതായിട്ട് വന്ന ആളുകളുടെ ഡോക്യുമെന്റുകൾ, താമസരേഖകൾ ശരിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ കോൺഫ്ലിക്റ്റുകളുണ്ട്. പക്ഷെ അത് നാളത്തേക്ക് പൂർത്തിയാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത്. സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. 49ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ആ ഒരു ഇൻഫർമേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളത്തേക്ക് എല്ലാത്തിന്റെയും വ്യക്തമായിട്ടുള്ള ഒരു അതേപോലെ തന്നെ നിലവിൽ ഒരു 7 പേരുടെ ഡിക്ലെയർ ചെയ്തത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികളുടെ അടക്കം വളരെ കുവൈത്തിന്റെ ഒരു 18 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണുള്ളത്. വളരെ നിന്നും മാറാതെ പ്രവാസി സമൂഹം എത്തുകയാണ്. ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള മലയാളികളുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അതിനുള്ളൊരു സാഹചര്യം ഇപ്പോ ആയി വരുന്നുണ്ടോ? നിലവിൽ ജഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയാളികളാണ് ഇപ്പോൾ നിലവിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. പർവാനിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ മാത്രമേ അവിടെ അഡ്മിറ്റ് ഉള്ളൂ. ബാക്കിയുള്ളവർ ഡിസ്ചാർജ് ആയി പോയി. അതേപോലെ തന്നെ ജാഫ്രിയ മുബാറക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. പിന്നെ അദാൻ ഹോസ്പിറ്റലാണ്, അതാണ് തൊട്ടടുത്ത് ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പൊ അദാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആളുകളുടെ സ്ഥിതിഗതികൾ ICUയിലും CCUയിലും നോർമൽ കാഷ്വാലിറ്റിയിലും ഒക്കെ ആളുകളുണ്ട്. അവിടെയെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ തള്ളിക്കയറ്റവും ഈ പറയുന്ന നമുക്കറിയാലോ പൊള്ളലേറ്റതും ശ്വാസമുട്ടുമായിട്ട് ബന്ധപ്പെട്ട കേസുകളായതുകൊണ്ട് ഇൻഫെക്ഷൻ ആവാൻ എനിക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ റെസ്ട്രിക്റ്റഡ് ഏരിയകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻസ് മാത്രമേ പുറത്തുള്ളൂ. ഇപ്പോൾ ഹോസ്റ്റലിലോട്ട് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല, പുറത്തു നിന്ന് ബന്ധുക്കളെ പോലും പ്രവേശിക്കുന്നില്ല. എന്നിരുന്നാലും എല്ലാ തരത്തിലും ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സയും കാര്യങ്ങളും അവിടെ ലഭ്യമാക്കുന്നുണ്ട് എന്ന് 100% ഉറപ്പാണ്. സംഭവം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ അംബാസഡർ അടക്കം ഉദ്യോഗസ്ഥരെല്ലാവരും അവിടെ വന്നിരുന്നു. എല്ലാവരുടെ ഭാഗത്തുള്ള സഹകരണമുണ്ട്. ഇപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കുക, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവാസി സമൂഹം ആ ഹോസ്റ്റലിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നാളത്തേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതായത് മുബാറക്ക് പറഞ്ഞതനുസരിച്ച് കുറെ പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുമുണ്ട് അല്ലെ? ഈ ഇതിൽപ്പെട്ട ആശുപത്രിയിൽ എത്തിയ കുറെ പേരും കുഴപ്പമില്ലാതെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ. 3 തരത്തിലുള്ള അപകടമാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, ആദ്യത്തെ ഫ്ലോറുകളിൽ തീപ്പൊള്ളലേറ്റിട്ടുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതിലുപരിയായിട്ട് കറുത്ത പുക എല്ലാ ജെന്റ് ഹോളിലൂടെയും പിന്നെ നമ്മുടെ സ്റ്റെയർസിലൂടെയും ലിഫ്റ്റിലൂടെയും റൂമിന്റെ അകത്തോട്ടൊക്കെ കറുത്ത പുക ശ്വസിച്ചിട്ട് തളർന്ന് വീണുപോയ ആളുകളുടേത് സഫോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെ ജനലിലൂടെ എടുത്ത് ചാടിയതിന്റെ പേരിൽ പരിക്ക് പറ്റിയ ആളുകളും അതിന്റെ പേരിൽ മരണം നടന്നിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ 2-3 തരത്തിലുള്ള അപകടങ്ങളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ഇൻവെസ്റ്റും അതോടനുബന്ധിച്ച് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇത് കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പുലർച്ചെ മുതൽ 2-3 മണിക്കൂറുകൾക്കകമാണ് പലരും അവിടെ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവര് കടന്നുപോയ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാത്തതുകൊണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റുള്ള ഫീഡ്ബാക്ക് കിട്ടിയ പലരും ആണ് വന്നവര് ബന്ധുക്കളുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ ഈ പലരും ഈ എടുത്തു ചാടിയത് കൊണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കുകളും അങ്ങനെ ബാൽക്കണിയിൽ ഇടിച്ച് മരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോ അല്ലേ? ഈ പലരും പറഞ്ഞ പോലെ തന്നെ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി ഉണ്ടായ മുബാറക്ക്
കുവൈറ്റിൽ നിന്നുള്ള പ്രവാസി മലയാളിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് പലരും ഒരുപാട് പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, നിസാര പരിക്കുകളോടെ എത്തിയ പലരെയും എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് വരുന്നത്. പറഞ്ഞതുപോലെ തന്നെ 3 തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തീപ്പൊള്ളലേറ്റ് ഉണ്ടായത്, കനത്ത പുക ശ്വസിച്ച് ഉണ്ടായ അപകടം, ഒപ്പം രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി ഉണ്ടായ അപകടം. അങ്ങനെ 3 തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടിട്ടാണ് ഈ മരണസംഖ്യയും അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളും നേരിടേണ്ടി വന്നിട്ടിരിക്കുന്നത്. അപ്പോഴും 140ഓളം പേർ രക്ഷപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗുരുതരമായ പരിക്കുകളും അല്ലാത്തവരെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു. ഇതിൽ